ടെൻസിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ടെൻസിനെ മെയിനായിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് ആണ് വർത്തമാനകാലം എന്ന് നമ്മൾ പറയുന്നത്, അതായത് ഇപ്പോൾ നടക്കുന്ന കാലം, വർത്തമാനകാലം. ആൻഡ് സെക്കൻഡ് വൺ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതകാലം, അല്ലേ, കഴിഞ്ഞു പോയ കാലം. ആൻഡ് തേർഡ് വൺ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി കാലം. അപ്പോൾ ഇത് മാത്രമല്ല, ഈ 3 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് ടെൻസിന് 4 ക്ലാസിഫിക്കേഷൻ വരും, പാസ്റ്റ് ടെൻസിന് 4 ക്ലാസിഫിക്കേഷൻ വരും, ഫ്യൂച്ചർ ടെൻസിന് 4 ക്ലാസിഫിക്കേഷൻ വരും. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഇതിൻ്റെ 4 ഡിവിഷൻസ് ആണ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നനുസരിച്ച് നമ്മൾ അതിനോടൊപ്പം വേർബിൻ്റെ കൂടെ ഡു അല്ലെങ്കിൽ ഡസ് ചേർക്കും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർബ് എടുത്തിട്ടാണ് ഈ 12 എണ്ണവും നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു 12 എണ്ണവും നമ്മൾ സാധാരണ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം വേർബ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ശരിക്കും ഈ 12 എണ്ണവും നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ആണ് വരുന്നത്, അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ റൈറ്റ്സ് വരും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ റൈറ്റ് വരും, അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ റൈറ്റ്സ്, ഹി റൈറ്റ്സ്, അല്ലേ? അതേസമയം ദേ റൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഐ റൈറ്റ്, യു റൈറ്റ്. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അവിടെ ഏതാണ് അവിടെ നമ്മൾ ഓക്സിലറി ചേർക്കുന്നതെന്ന് പറഞ്ഞത്? ഡിഡ്, അല്ലേ? ഡിഡ് പ്ലസ് റൈറ്റ് ആണ് ഏത്? റോട്ട്. ഓക്കെ, ഡിഡ് പ്ലസ് റൈറ്റ് ആണ് എന്ത്? റോട്ട്. വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വരുന്നത്. ഓക്കെ, വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വരുന്നത്. ഇവിടെ ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് റൈറ്റ്, വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് റൈറ്റ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കുകയാണെങ്കിൽ അവിടെ ഓക്സിലറി എന്ന് പറയുന്നത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ഫോം, അല്ലേ? ഒന്നുകിൽ ഈസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ആം റൈറ്റിംഗ് അല്ലെങ്കിൽ ആർ റൈറ്റിംഗ്. ഓക്കെ, ഇനി സിംഗുലർ ആണെങ്കിൽ ഇസ്, ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം, പ്ലൂറൽ ആണെങ്കിൽ ആർ. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐക്ക് പ്രത്യേകിച്ചൊരു ഓക്സിലറി ഒന്നുമില്ല. സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേർ. ഓക്കെ, വാസ് ഓർ വേർ പ്ലസ് റൈറ്റിംഗ്. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസിലാണെങ്കിൽ വിൽ ബി റൈറ്റിംഗ് അല്ലെങ്കിൽ ഷാൾ ബി റൈറ്റിംഗ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എടുക്കുകയാണെങ്കിൽ, അല്ലേ, പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ V3 ഫോം വരും. അവിടുത്തെ ഓക്സിലറി എന്ന് പറയുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് റിട്ടൺ, V3 ഫോമാണ് വരുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ അവിടെ ആകെ ഒരെണ്ണമേ ഉള്ളൂ, ഒരു ഓക്സിലറിയേ ഉള്ളൂ. ഏതാണ്? ഹാഡ് ആണ്. ഹാഡ് പ്ലസ് V3 ഫോമാണ് വരുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഒന്നുകിൽ വിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഇവിടെ പെർഫെക്റ്റ് ടെൻസ് പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും എന്താണ്? ഒന്നുകിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് വരുന്നത്. ഓക്കെ, ഹാസ് അല്ലെങ്കിൽ ഹാവിനോടൊപ്പം എന്തും കൂടെ ചേർക്കണം? ബീൻ കൂടെ ചേർത്തിട്ട് ING ഫോം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് പറഞ്ഞ പോലെ അവിടെ ആകെ ഒരെണ്ണമേ ഉള്ളൂ, ഹാഡ് ആണ്. അതിൻ്റെ കൂടെ ബീൻ ചേർത്തിട്ട് എന്ത് ചെയ്യുക? ING ഫോം. അപ്പോൾ ഫ്യൂച്ചറിലും അതുപോലെ തന്നെ പെർഫെക്റ്റിൽ എന്താണോ അതിൻ്റെ കൂടെ ബീൻ ചേർത്തിട്ട് ING ഫോം. അപ്പം നമ്മൾ പെർഫെക്റ്റ് ടെൻസിനെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് മാറ്റാൻ വളരെ എളുപ്പമാണ്. എന്താണോ പെർഫെക്റ്റിൽ വന്നത് അതിൻ്റെ കൂടെ ബീൻ ചേർക്കുക, ING ഫോം എഴുതുക, അല്ലേ? ഇവിടെ ഹാഡ് ആയിരുന്നു, അപ്പോൾ ഇവിടെ ബീൻ ചേർത്തു, ING ഫോമിൽ എഴുതി. ഇവിടെ വിൽ ഹാവ് ആയിരുന്നു അല്ലെങ്കിൽ ഷാൾ ഹാവ് ആയിരുന്നു, അതിൻ്റെ കൂടെ ബീൻ ആഡ് ചെയ്തു, ING ഫോമിൽ എഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ മലയാളം എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുക? എഴുതുന്നു. ഇപ്പം ഞാനൊരു ജനറലായിട്ടൊരു വേർബ് എടുത്തതാണ്. ഓക്കെ, എഴുതുന്നു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എഴുതി, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ എഴുതും. അപ്പം നോക്കും, എഴുതുന്നു, എഴുതി, എഴുതും. അടുത്തത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, എഴുതുകയാണ്. ഓക്കെ, ഐ ആം റൈറ്റിംഗ് നൗ. ഓക്കെ, എഴുതുകയാണ്, എഴുതുകയായിരുന്നു, എഴുതുകയായിരിക്കും. അടുത്തത് പെർഫെക്റ്റ് ആണെങ്കിൽ എഴുതിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരിക്കും. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പം ഏതാണ് വരിക? സിംഗുലർ ആണെങ്കിൽ റൈറ്റ്സ് വരും, പ്ലൂറൽ ആണെങ്കിൽ റൈറ്റ് വരും. അതേസമയം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആയാലും V2 ഫോമാണ് വരുന്നത്.
ഇനി ഫ്യൂച്ചറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒന്നുകിൽ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1 ഫോം, ബേസ് ഫോമാണ് വരുന്നത്. കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസ് ആം ആറിനെ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുമ്പോൾ എന്താവുന്നു? വാസ് അല്ലെങ്കിൽ വേർ ആവുന്നു. ഇവിടെ അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പാസ്റ്റ് ടെൻസിലോട്ട് പോയപ്പോൾ എന്തായി? ഹാർഡായി. ഇവിടെയും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പാസ്റ്റ് ടെൻസിലോട്ട് പോയപ്പോൾ ഹാഡ് ബീൻ ആയി. പിന്നെ കണ്ടിന്യൂസ് ടെൻസ് വരികയാണെങ്കിൽ ING ഫോം വേണം എന്നും പെർഫെക്റ്റ് ടെൻസ് വരികയാണെങ്കിൽ V3 ഫോം വേണമെന്നും ഓർത്തു വെക്കുക. അപ്പോൾ നമ്മളിപ്പം പഠിച്ച ഈ 12 ടെൻസിൻ്റെയും ഒരു സമ്മറി ആണ് ഈ ഒരു ടേബിളിലുള്ളത്. ഇത് ബാക്കി പല വേർബ്സിൻ്റെ കൂടെ നിങ്ങൾക്കിത് എഴുതി പഠിക്കാം. V3 ഫോമും ING ഫോമും എല്ലാം കൂടെ നോക്കിയിട്ട് ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ട് പഠിക്കാം. ഇത് ഏത് വേർബിൻ്റെ കൂടെ നമുക്ക് എഴുതാം. റൈറ്റ് എന്നുള്ളൊരു വേർബ് എടുത്ത് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനി ഗോ ആകാം, കം ആകാം, റീഡ് ആവാം, ഏതാണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.